ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ ബാക്കിയുള്ള 12 മത്സരാർത്ഥികളെ നമുക്കൊന്ന് വിലയിരുത്തിയാലോ? അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നോക്കിയാൽ അവരെ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. അവരെന്താണെന്നൊന്നും അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. അത് ആദ്യ എപ്പിസോഡിൽ എന്തൊക്കെ പറഞ്ഞു അതത്ര ശ്രദ്ധിച്ചുമില്ല. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ പറയുമായിരിക്കും. എന്നാൽ ഇപ്പോൾ നമ്മുടെ അറിവ് വെച്ചാണ് ഞാൻ പറയണത്. ആദ്യത്തെ ആള് ആഫിയാനസ്. ആഫിയാനസ് ടാസ്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കാറുണ്ട്. ആളുടെ കഴിവിൻ്റെ പരമാവധി ആള് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഫണ്ണി ക്യാരക്ടറാണെന്ന് തോന്നുന്നു. എല്ലാം കുറച്ച് തമാശ രൂപേണ എടുക്കും. അതുപോലെ മൊത്തത്തിലൊരു എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യണ കുട്ടിയാന്ന് തോന്നുന്നു. അതുപോലെ എൽദോ. എൽദോ കുറച്ചൊരു സൈലൻ്റ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. സൈലൻ്റ് ആണോ അതേ സൈലൻ്റ് പോലെ ഇരിക്കുന്നതാണോ എന്നറിയാൻ പാടില്ല. കുറച്ചൊക്കെ തിങ്ക് ചെയ്തിട്ടൊക്കെ സംസാരിക്കണ പോലെ തോന്നുന്നു. ടാസ്കൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതുപോലെ പുള്ളിയുടെ ബിഗ് ബോസിനകത്ത് ചെന്നാലേ പുള്ളീനെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പുള്ളിയുടെ ആ മാസ്കൊക്കെ അഴിയോ എന്നുള്ള കാര്യം. അതുപോലെ ലോലിറ്റ ഒരു ജൻസിക്കുട്ടി തന്നെയാണെന്ന് തോന്നുന്നു. നല്ല ആക്റ്റീവാണ്. ടാസ്കൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും തോന്നുന്നു. പൂജ പൂജ തന്നെ പറയുന്നു പൂജ ഒരു വീട്ടമ്മയാണെന്ന്. പക്ഷേ വീട്ടമ്മയാണെന്നൊന്നും തോന്നില്ല. നല്ല ആക്റ്റീവായിട്ടുള്ള ആളാണ്. നന്നായിട്ട് സംസാരിക്കാൻ അറിയാം എന്ന് തോന്നുന്നു. നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നുന്നു. അടുത്തത് രാകേഷ് കുറച്ച് കൊഴുപ്പിക്കാനൊക്കെ നോക്കേണ്ട രംഗങ്ങളൊക്കെ കുറച്ച് ഫണ്ണി ആക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആളും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ടാസ്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഷാമോൻ ശരിക്കും ഒരു നാട്ടിൻപുറത്തുകാരനെ പോലെ തന്നെയാണ് തോന്നുന്നത്. ഒരു നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും അതിനകത്ത് വരാറില്ല. ടാസ്കുകളും നന്നായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഷിബിന ഒരു ജെൻസിയാണെന്ന് തോന്നുന്നു. ആൾ നല്ല ബോൾഡായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുന്നു. അതുപോലെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. കഴിഞ്ഞ മത്സരത്തിൽ കണ്ട പോലെ നല്ല മാനിപ്പുലേറ്റിംഗ് പവറുണ്ട്. അതുപോലെ വ്യക്തമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അടുത്തത് ഷിജിലാല് ഒരു കോമഡിയാണെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ നമ്മുടെ ബിഗ് ബോസിൽ എന്തെങ്കിലുമൊക്കെ ചിരിക്കാനുള്ള വായിക്കൊക്കെ ഉണ്ടായിരിക്കും തോന്നുന്നു. അതുപോലെ ടാസ്ക് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ശ്യാം കുറച്ച് സൈലൻ്റ് ആണെങ്കിൽ ആൾ മറ്റുള്ളവർ സൈലൻ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി മനസ്സിൽ വെച്ചിട്ട് നിന്നെ കാണിച്ച് തരാടാന്നുള്ള മറ്റൊരാണ് നിൽക്കുന്നത്. ഒരു തല്ലി പിടിക്കാനുള്ള ഒരു വഴിക്കുണ്ടോയെന്ന് തോന്നുന്നു. അതുപോലെ സോന ഞാൻ തൻ്റെടിയാണെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആ പറച്ചിലൂടെ തൻ്റെ ഇടം കാണിക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നണ ബിഗ് ബോസിൽ ചെന്ന അത്യാവശ്യം എല്ലാ വഴക്കിലും കയറി ഇടപെടുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു.